Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ ഗോൾഡ് സ്മിത്ത് ആൻഡ് ദ മിനിസ്റ്റർ. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ദർ വാസ് എ കിങ്, ഒരു രാജാവുണ്ടായിരുന്നു. ഹു വാസ് എ ഗ്രേറ്റ് പേട്രൺ ഓഫ് ടാലൻറ്റ്. പേട്രൺ എന്നാൽ രക്ഷാധികാരി, ആശ്രയദാതാവ്, ഒത്താശ ചെയ്യുന്നവൻ, ഇതൊക്കെയാണ് അർത്ഥം. ടാലൻറ്റ് എന്നാൽ പ്രാഗൽഭ്യം, ബുദ്ധിവൈഭവം, പ്രത്യേക കഴിവ്, ഇതൊക്കെയാണ് അർത്ഥം. പ്രത്യേക കഴിവുകളെ രാജാവ് സംരക്ഷിച്ചിരുന്നു. പ്രത്യേക കഴിവുള്ള ആളുകളെ രാജാവ് നന്നായിട്ട് പരിഗണിച്ചിരുന്നു. ഇഫ് ഹി ഫൗണ്ട് എനിവൺ ഹു വാസ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഇൻ എനി ഫീൽഡ്. ഇഫ് ഹി ഫൗണ്ട് എനിവൺ, അദ്ദേഹം ആരെയെങ്കിലും കണ്ടെത്തിയാൽ, ഹു വാസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, അതായത് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് എന്നാൽ കലാകാരൻ, കലാസൃഷ്ടികൾ നടത്തുന്നയാൾ, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ എനി ഫീൽഡ്, ഏതെങ്കിലും മേഖലകളിൽ കലാസൃഷ്ടികൾ നടത്തുന്ന ആളുകളെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ രാജാവ് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഹി വുഡ് ഇൻവൈറ്റ് ഹിം ടു കോർട്ട് ആൻഡ് റിവാർഡ് ഹിം. ഹി വുഡ് ഇൻവൈറ്റ്, അദ്ദേഹം ക്ഷണിക്കുമായിരുന്നു, ഹിം, അദ്ദേഹത്തെ, ആ കഴിവുള്ള വ്യക്തിയെ, ടു കോർട്ട്. കോർട്ട് എന്നാൽ ഇവിടെ രാജസദസ്സ് എന്നുള്ള അർത്ഥമാണ്. രാജസദസ്സിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ആൻഡ് റിവാർഡ് ഹിം, എന്നിട്ട് അദ്ദേഹത്തിന് പാരിതോഷികം നൽകുമായിരുന്നു. റിവാർഡ് എന്നാൽ പാരിതോഷികം, ഇൻവൈറ്റ് എന്നാൽ ക്ഷണിക്കുക. കലാസൃഷ്ടികളിൽ കഴിവുള്ള ഏതെങ്കിലും വ്യക്തിയെ രാജാവ് കണ്ടെത്തിയാൽ രാജാവ് അദ്ദേഹത്തെ രാജസദസ്സിലേക്ക് വിളിച്ച് പാരിതോഷികം നൽകുമായിരുന്നു. വൺസ്, ഒരിക്കൽ, ഹി ഫൗണ്ട് മൈക്ക്, അദ്ദേഹം, രാജാവ് കണ്ടെത്തി, മൈക്ക് എന്നു പേരുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി. എ പെയിൻറ്റർ ഓഫ് ഗ്രേറ്റ് മെറിറ്റ്. മെറിറ്റ് എന്നാൽ ഗുണം, യോഗ്യത, ഇതൊക്കെയാണ് അർത്ഥം. പെയിൻറ്റർ എന്നാൽ ചിത്രകാരൻ. ഒരിക്കൽ രാജാവ് നല്ല കഴിവുള്ള ഒരു ചിത്രകാരനെ കണ്ടെത്തി. ദ കിങ് ഇൻവൈറ്റഡ് ഹിം ടു ദ കോർട്ട് ടു പെയിൻറ്റ് ഹിസ് പോർട്രേറ്റ്. ദ കിങ്, രാജാവ്, ഇൻവൈറ്റഡ്, ക്ഷണിച്ചു, ഹിം, അദ്ദേഹത്തെ, ആ ചിത്രകാരനെ ക്ഷണിച്ചു, ടു ദ കോർട്ട്, രാജസദസ്സിലേക്ക് ക്ഷണിച്ചു, ടു പെയിൻറ്റ് ഹിസ് പോർട്രേറ്റ്. പോർട്രേറ്റ് എന്നാൽ ഛായാചിത്രം. രാജാവ് അദ്ദേഹത്തെ രാജാവിൻ്റെ ഛായാചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് രാജസദസ്സിലേക്ക് ക്ഷണിച്ചു. ആൻഡ് വാട്ട് എ ഫൈൻ പോർട്രേറ്റ് ദ ആർട്ടിസ്റ്റ് പെയിൻറ്റഡ്. ദ കിങ് വാസ് വെരി ഇംപ്രസ്ഡ്. വാട്ട് എ ഫൈൻ പോർട്രേറ്റ് ദ ആർട്ടിസ്റ്റ് പെയിൻറ്റഡ്. എന്തൊരു മനോഹരമായ ഛായാപടമാണ് ആ കലാകാരൻ വരച്ചിട്ടുള്ളത്. ദ കിങ് വാസ് വെരി ഇംപ്രസ്ഡ്. രാജാവിന് നന്നായി മതിപ്പ് തോന്നി. ഇംപ്രസ് എന്നാൽ മതിപ്പ് തോന്നുക. സം എക്സ്ട്രോഡിനറി റിവാർഡ് മസ്റ്റ് ബി ഗിവൺ ടു ദിസ് മാൻ, ഹി തോട്ട്. എക്സ്ട്രോഡിനറി എന്നാൽ അസാധാരണമായ, ആശ്ചര്യകരമായ, പ്രത്യേകമായുള്ള, വേണ്ടതിൽ കവിഞ്ഞ, ഇതൊക്കെയാണ് അർത്ഥം. റിവാർഡ് എന്നാൽ പാരിതോഷികം. മസ്റ്റ് ബി ഗിവൺ എന്നാൽ തീർച്ചയായിട്ടും നൽകണം. ടു ദിസ് മാൻ, ഈ പുരുഷന്. അസാധാരണമായ എന്തെങ്കിലും പാരിതോഷികം ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും നൽകണം. ഹി തോട്ട്, അദ്ദേഹം, രാജാവ്, മനസ്സിൽ വിചാരിച്ചു. സോ, ആയതിനാൽ, ദ കിങ് മെയ്ഡ് ഹിം ദ ചീഫ് മിനിസ്റ്റർ. രാജാവ് അദ്ദേഹത്തെ ചീഫ് മിനിസ്റ്ററാക്കി നിയമിച്ചു. മൈക്ക് വാസ് എ ഗ്രേറ്റ് പെയിൻറ്റർ. മൈക്ക് വളരെ ഉത്തമനായ ചിത്രകാരനായിരുന്നു. But he knew nothing about how to run the administration of the kingdom. പക്ഷേ, he knew nothing, അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. ഹി ന്യൂ നത്തിങ് എന്നാൽ അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ്. നത്തിങ് എന്നാൽ ഒന്നുമില്ല എന്നുള്ള അർത്ഥം.
എബൌട്ട് അതിനെ പറ്റിയിട്ട്. ഹൗ ടു റൺ ദ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്നാൽ ഭരണം. റൺ ദ അഡ്മിനിസ്ട്രേഷൻ എന്നാൽ ഭരണം നടത്തുക. ഓഫ് ദ കിങ്ഡം രാജ്യത്തിൽ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഹി ക്രിയേറ്റഡ് എ കംപ്ലീറ്റ് മോഡൽ ഇൻ ദ അഫേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഹി ക്രിയേറ്റഡ് അദ്ദേഹം സൃഷ്ടിച്ചു. എ കംപ്ലീറ്റ് മോഡൽ. മോഡൽ എന്നാൽ ഇവിടെ അർത്ഥം കുഴപ്പം എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം മുഴുവനായിട്ടും കുഴപ്പം സൃഷ്ടിച്ചു. ഇൻ ദ അഫേഴ്സ്. അഫേഴ്സ് എന്നാൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും. സ്റ്റേറ്റ് എന്നാൽ ഇവിടെ രാജ്യം എന്നുള്ള അർത്ഥമാണ്. രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും, എല്ലാ മേഖലകളിലും അദ്ദേഹം കുഴപ്പം സൃഷ്ടിച്ചു. ദ അതർ മിനിസ്റ്റേഴ്സ് ആൻഡ് ദ സബ്ജക്ട്സ് വേർ ഓൾ ഈക്വലി ഫെഡ് അപ്പ് ആൻഡ് മിസറബിൾ. ദ അതർ മിനിസ്റ്റേഴ്സ് ആൻഡ് ദ സബ്ജക്ട്സ് മന്ത്രിമാരും മറ്റുള്ളവരും വേർ ഓൾ ഈക്വലി. ഈക്വലി എന്നാൽ തുല്യമായി, ഒരുപോലെ. ഫെഡപ്പ് എന്നാൽ വശം കെടുക, മടുപ്പായ, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് മിസറബിൾ എന്നാൽ ദുരിതപൂർണമായ, ശോച്യമായ, മോശമായ, ഇതൊക്കെയാണ് അർത്ഥം. മറ്റുള്ള മന്ത്രിമാരും മറ്റുള്ള ആളുകളും ഒരുപോലെ വശം കെട്ടവരും ദുരിതപൂർണമായവരും ആയി മാറി. ബട്ട് ഹൗ കുഡ് ദേ സേ ഓർ ഡു എനിത്തിങ് അഗെയിൻസ്റ്റ് ദ കിങ്സ് ഫേവറേറ്റ്. ബട്ട് പക്ഷേ, ഹൗ കുഡ് ദേ സേ ഓർ ഡു പക്ഷേ എങ്ങനെ അവർക്ക് ചെയ്യാനോ പറയാനോ സാധിക്കും. എനിത്തിങ് എന്തെങ്കിലും. എഗെയിൻസ്റ്റ് ദ കിങ്സ് ഫേവറേറ്റ്. ഫേവറേറ്റ് എന്നാൽ പ്രീതിപാത്രം. പക്ഷേ എങ്ങനെ അവർക്ക് രാജാവിൻ്റെ പ്രീതിപാത്രത്തിന് എതിരായി എന്തെങ്കിലും ചെയ്യാനോ പറയാനോ സാധിക്കും. എനിത്തിങ് എന്നാൽ എന്തെങ്കിലും. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായി. സോ ആസ് യൂഷ്വൽ ദേ ടേൺഡ് ടു ദ വൈസ് മിനിസ്റ്റർ ഫോർ ഹെൽപ്പ്. സോ അങ്ങനെ, ആസ് യൂഷ്വൽ സാധാരണത്തെ പോലെ, ദേ ടേൺഡ് അവർ തിരിഞ്ഞു, ടു ദ വൈസ് മിനിസ്റ്റർ എന്താണ് വൈസ് മിനിസ്റ്റർ എന്നാൽ ബുദ്ധിമാനായ, വിവേകശാലിയായിട്ടുള്ള എന്നൊക്കെയാണ് അർത്ഥം. ബുദ്ധിശാലിയായിട്ടുള്ള മന്ത്രിയുടെ അടുത്തേക്ക് പോയി. ഫോർ ഹെൽപ്പ് സഹായത്തിന് വേണ്ടിയിട്ട്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ദ വൈസ് മിനിസ്റ്റർ ഇൻവൈറ്റഡ് ദ കിങ് ആൻഡ് ദ കോർട്ട് ടു ഹിസ് ഹൗസ് ഫോർ എ ഫീസ്റ്റ്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദ വൈസ് മിനിസ്റ്റർ ഇൻവൈറ്റഡ് അബുദ്ധിമാനായിട്ടുള്ള മന്ത്രി ഇൻവൈറ്റഡ് ക്ഷണിച്ചു. ദ കിങ് ആൻഡ് ദ കോർട്ട് രാജാവിനെയും രാജസദസ്സിലുള്ളവരെയും ക്ഷണിച്ചു. ടു ഹിസ് ഹൗസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, മന്ത്രിയുടെ വീട്ടിലേക്ക്. ഫോർ എ ഫീസ്റ്റ്. ഫീസ്റ്റ് എന്നാൽ സദ്യ. ഒരു സദ്യക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രി രാജാവിനെയും രാജസദസ്സിലുള്ളവരെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ദ കിങ് കെയിം വിത്ത് ദ ക്വീൻ ആൻഡ് ഹിസ് ഓൺഡ്രാഷ്. ഓൺഡ്രാഷ് എന്നാൽ പരിവാരം എന്നുള്ള അർത്ഥമാണ്. ക്വീൻ എന്നാൽ രാജ്ഞി. ദ കിങ് കെയിം രാജാവ് വന്നു. വിത്ത് ദ ക്വീൻ ആൻഡ് ഹിസ് ഓൺഡ്രാഷ് രാജാവ് രാജ്ഞിയെയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയുമായിട്ട് അവിടേക്ക് വന്നു. ദ മീൽ ലുക്ക്ഡ് വെരി ആപ്പറ്റൈസിങ്. ആപ്പറ്റൈസിങ് എന്നാൽ ആകർഷകമായ എന്നുള്ള അർത്ഥമാണ്. മീൽ എന്നാൽ ഭക്ഷണം. ആ ഭക്ഷണം വളരെ ആകർഷകമായതായിട്ട് തോന്നി. ഇറ്റ് ഹാഡ് ബീൻ കുക്ക്ഡ് ബൈ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗോൾഡ് സ്മിത്ത് ഇൻ ടൗൺ. ഇറ്റ് ഹാഡ് ബീൻ കുക്ക്ഡ് ആ ഭക്ഷണം പാചകം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബൈ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗോൾഡ് സ്മിത്ത്സ് ഇൻ ടൗൺ. ഗോൾഡ് സ്മിത്ത് എന്നാൽ സ്വർണ്ണപ്പണിക്കാരൻ. ഗോൾഡ് സ്മിത്ത് സ്വർണ്ണപ്പണിക്കാരൻ. എന്താണ്? വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഗോൾഡ് സ്മിത്ത്സ് മഹത്തരമായ സ്വർണ്ണപ്പണിക്കാരിൽ വെച്ച് ഒരു സ്വർണ്ണപ്പണിക്കാരൻ. ഇൻ ടൗൺ ടൗണിലുള്ള. ആ ഭക്ഷണം പട്ടണത്തിലുള്ള മഹത്തരായ സ്വർണ്ണപ്പണിക്കാരിൽ വച്ച് ഒരു സ്വർണ്ണപ്പണിക്കാരനാൽ പാചകം ചെയ്യപ്പെട്ടതായിരുന്നു. ദ ഗോൾഡ് സ്മിത്ത് വാസ് ഓൾസോ ദെയർ ടു ഹെൽപ്പ് സെർവ് ദ ഫുഡ്.
ദ ഗോൾഡ് സ്മിത്ത് വാസ് ഓൾസോ ദർ. ആ സ്വർണ്ണ പണിക്കാരനും അവിടെ ഉണ്ടായിരുന്നു. ടു ഹെൽപ്പ് സഹായിക്കാൻ വേണ്ടി. സെർവ് ദ ഫുഡ് ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സ്വർണ്ണ പണിക്കാരനും അവിടെ ഉണ്ടായിരുന്നു. ദ ഫീസ്റ്റ് ബിഗാൻ വിത്ത് ഗ്രേറ്റ് പോംപ് ആൻഡ് സെറമണി. ദ ഫീസ്റ്റ് ബിഗാൻ വിരുന്നൂണ് ആരംഭിച്ചു. ബിഗാൻ എന്നാൽ ആരംഭിച്ചു. ഫീസ്റ്റ് എന്നാൽ സൽക്കാരം, വിരുന്നൂണ്. വിത്ത് ഗ്രേറ്റ് പോംപ്. പോംപ് എന്നാൽ ഗംഭീര പ്രകടനം എന്നുള്ള അർത്ഥമാണ്. സെറമണി എന്നാൽ ചടങ്ങ്. ആ വിരുന്നൂണ് വളരെ വലിയ ഗംഭീര പ്രകടനത്തോടെയും ചടങ്ങോടും കൂടിയും ആരംഭിച്ചു. ബട്ട് ഫേസസ് ബിഗാൻ ടു ചേഞ്ച് ആസ് ദ ഗസ്റ്റ്സ് എയ്റ്റ്. ബട്ട് പക്ഷേ ഫേസസ് ബിഗാൻ ടു ചേഞ്ച് മുഖങ്ങൾ ബിഗാൻ തുടങ്ങി, ടു ചേഞ്ച് മാറാൻ തുടങ്ങി. ആസ് ദ ഗസ്റ്റ്സ് എയ്റ്റ് അതിഥികൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ എന്താണ്, മുഖങ്ങൾ മാറാൻ ആരംഭിച്ചു. ആസ് ദ ഗസ്റ്റ്സ് എയ്റ്റ് എന്നാൽ അതിഥികൾ ഭക്ഷണം കഴിച്ചപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ആസ് എന്നാൽ ആ സമയത്ത്, അപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ഫേസസ് എന്നാൽ മുഖങ്ങൾ, ബിഗാൻ എന്നാൽ ആരംഭിച്ചു, ടു ചേഞ്ച് മാറാൻ. ദ ഫുഡ് വാസ് പെർഫെക്റ്റ്ലി ഓഫുൾ. ഓഫുൾ എന്നാൽ തീരെ മോശമായ എന്നുള്ള അർത്ഥമാണ്. ആ ഭക്ഷണം പരിപൂർണമായും വളരെ മോശമായിരുന്നു. ദർ വാസ് ടു മച്ച് സോൾട്ട് ആൻഡ് ടു മച്ച് സ്പൈസ് ഇൻ എവരിത്തിങ്. ദർ വാസ് ടു മച്ച് സോൾട്ട് ഒരുപാട് ഉപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ടു മച്ച് സ്പൈസ് ഒരുപാട് മസാലയും ഉണ്ടായിരുന്നു. ഇൻ എവരിത്തിങ് എല്ലാത്തിലും. ദ കിങ് ഫെൽറ്റ് ടെറിബിലി ഇൻസൾട്ടഡ്. രാജാവിന് അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടതായിട്ട് തോന്നി. ഫെൽറ്റ് എന്നാൽ തോന്നി, ടെറിബിലി എന്നാൽ അങ്ങേയറ്റം, ഇൻസൾട്ടഡ് എന്നാൽ അപമാനിക്കപ്പെട്ട. റൈസിംഗ് ഇൻ എ റേജ് ഹി ഷൗട്ടഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ്. റേജ് എന്നാൽ രോഷം, റൈസിംഗ് ഇൻ എ റേജ് എന്താണ്, രോഷം കണ്ട് അദ്ദേഹം എഴുന്നേറ്റു. ഹി ഷൗട്ടഡ് അദ്ദേഹം ആക്രോശിച്ചു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ഇതിൻ്റെ അർത്ഥം യു കോൾ ദിസ് എ ഫീസ്റ്റ്, ഡിഡ് യു ഇൻവൈറ്റ് us ടു ഇൻസൾട്ട് us. ഇതിന് നീ സൽക്കാരമെന്ന് വിളിക്കുന്നുണ്ടോ? നീ ഞങ്ങളെ ക്ഷണിച്ചത് അപമാനിക്കാനാണോ? നോ സാർ. ഈസ് ദ ഫുഡ് ബാഡ്. നോ സാർ അല്ല സാർ. ഈസ് ദ ഫുഡ് ബാഡ് ഈ ഭക്ഷണം മോശമാണോ? ഐ തോട്ട് ഐ വുഡ് ഫോളോ യുവർ എക്സാമ്പിൾ സെഡ് ദ മിനിസ്റ്റർ മീക്ലി. ഐ തോട്ട് ഞാൻ കരുതി. ഐ വുഡ് ഫോളോ യുവർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ മാതൃക പിന്തുടരണമെന്ന് ഞാൻ കരുതി. എക്സാമ്പിൾ എന്നാൽ മാതൃക, ഫോളോ എന്നാൽ പിന്തുടരുക. സെഡ് ദ മിനിസ്റ്റർ മീക്ലി. മീക്ലി എന്നാൽ വിനയത്തോടെ എന്നുള്ള അർത്ഥമാണ്. വിനയത്തോടെ മന്ത്രി പറഞ്ഞു. മൈ എക്സാമ്പിൾ വാട്ട് നോൺസെൻസ് സെഡ് ദ ഫ്യൂരിയസ് കിങ്. മൈ എക്സാമ്പിൾ എൻ്റെ മാതൃകയോ. വാട്ട് നോൺസെൻസ് എന്തൊരു വിഡ്ഢിത്തം. സെഡ് ദ ഫ്യൂരിയസ് കിങ് രോഷാകുലനായ രാജാവ് പറഞ്ഞു. ഫ്യൂരിയസ് എന്നാൽ രോഷാകുലനായ. സാർ വെൻ ഐ സോ എ ഗ്രേറ്റ് പെയിൻറ്റർ റിവാർഡഡ് ബൈ യു ആൻഡ് മെയ്ഡ് ദ ചീഫ്. സാർ വെൻ ഐ സോ എ ഗ്രേറ്റ് പെയിൻറ്റർ ഞാൻ ഒരു മഹത്തരമായ ഒരു ചിത്രകാരനെ കണ്ടപ്പോൾ. റിവാർഡഡ് ബൈ യു നിങ്ങളാൽ സമ്മാനം നിങ്ങളാൽ പാരിതോഷികം നൽകപ്പെടുന്നത് കണ്ടപ്പോൾ. ആൻഡ് മെയ്ഡ് ദ ചീഫ് അങ്ങനെ നൽകി നിങ്ങൾ അദ്ദേഹത്തെ പരമാധികാരിയാക്കി. ഐ ഡിസൈഡഡ് ടു റിവാർഡ് ദിസ് എക്സലൻറ്റ് ഗോൾഡ് സ്മിത്ത് ഇൻ മൈ ഓൺ ഹംബിൾ വേ. ഐ ഡിസൈഡഡ് ടു റിവാർഡ് ഞാൻ പാരിതോഷികം നൽകാൻ തീരുമാനിച്ചു. ദിസ് എക്സലൻറ്റ് ഗോൾഡ് സ്മിത്ത് ഈ മഹത്തരമായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാരന്. ഇൻ മൈ ഓൺ ഹംബിൾ വേ. ഹംബിൾ എന്നാൽ വിനീതമായ, ഹംബിൾ വേ എന്നാൽ വിനീതമായ വഴി. നിങ്ങൾ ആ ചിത്രകാരന് സമ്മാനം കൊടുത്ത് അദ്ദേഹത്തെ മുഖ്യനാക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ട് ഞാൻ തീരുമാനിച്ചു മഹത്തരമായിട്ടുള്ള ഈ സ്വർണ്ണപ്പണിക്കാരനും എൻ്റെ വിനീതമായിട്ടുള്ള രീതിയിൽ സമ്മാനം കൊടുക്കണമെന്ന്. ഹി മെയ്ഡ് ബ്യൂട്ടിഫുൾ ജ്വല്ലറി ഫോർ മൈ വൈഫ്.
ഹി മെയ്ഡ് അദ്ദേഹം ഉണ്ടാക്കി ബ്യൂട്ടിഫുൾ ജ്വല്ലറി മനോഹരമായ ആഭരണം ഫോർ മൈ വൈഫ് എൻ്റെ ഭാര്യയ്ക്ക്. സോ ഐ മെയ്ഡ് ഹിം ദ ചീഫ് ഷെഫ് ഇൻ മൈ ഹൗസ് ഹോൾഡ് എക്സ്പ്ലെയിൻഡ് ദ വൈസ് മിനിസ്റ്റർ. സോ ആയതിനാൽ ഐ മെയ്ഡ് ഹിം ഞാൻ അദ്ദേഹത്തെ നിയോഗിച്ചു, ചീഫ് ഷെഫ് പ്രധാന പാചകക്കാരനായിട്ട് ഞാൻ അദ്ദേഹത്തെ നിയോഗിച്ചു, ഇൻ മൈ ഹൗസ് ഹോൾഡ് എൻ്റെ കുടുംബത്തിൽ, എക്സ്പ്ലെയിൻഡ് വിവരിച്ചു, ദ വൈസ് മിനിസ്റ്റർ ബുദ്ധിമാനായ മന്ത്രി വിവരിച്ചു. ദ കിങ് ഹാഡ് faults, but he was not a fool. രാജാവിന് അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു വിഡ്ഢിയല്ലായിരുന്നു. He realized what the wise minister was up to. ബുദ്ധിമാനായ മന്ത്രി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് രാജാവിന് മനസ്സിലായി. One day I will punish you, said the king with a twinkle in his eye. One day ഒരു ദിവസം ഐ വിൽ പനിഷ് യു ഞാൻ നിന്നെ ശിക്ഷിക്കും, സെഡ് ദ കിങ് രാജാവ് പറഞ്ഞു, വിത്ത് എ ട്വിങ്കിൾ ഇൻ ഹിസ് ഐ ഇതൊരു ഭാഷാ ശൈലിയാണ്. വിത്ത് എ ട്വിങ്കിൾ ഇൻ ഹിസ് ഐസ് ഹാപ്പി എക്സ്പ്രഷൻ എന്നാണ് അർത്ഥം. എ ഫ്രണ്ട്ലി ഓർ ഹാപ്പി എക്സ്പ്രഷൻ ഇൻ വൺസ് ഐസ് ഒരാളുടെ കണ്ണുകളിൽ സൗഹൃദപരമായിട്ടോ അല്ലെങ്കിൽ സന്തോഷമായിട്ടോ ഉള്ള പ്രകടനം, അതാണ് അർത്ഥം. സന്തോഷ പ്രകടനത്തോടെ രാജാവ് മന്ത്രിയോട് ഇത് പറഞ്ഞു എന്ന് അർത്ഥം, ഞാൻ ഇന്ന ഒരു ദിവസം ശിക്ഷിക്കുമെന്ന്. ഓൾ റൈറ്റ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് യു വിഷ് ടു സേ. ഓൾ റൈറ്റ് ശരി, ഐ ഹാവ് അണ്ടർസ്റ്റുഡ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വാട്ട് യു വിഷ് ടു സേ നീ എന്താണ് പറയാൻ താല്പര്യപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് അണ്ടർസ്റ്റുഡ്. ഐ ഹാവ് അണ്ടർസ്റ്റുഡ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദ പെയിൻറ്റർ ഷുഡ് പെയിൻറ്റ് പിക്ചേഴ്സ് ഓൺലി ചിത്രകാരൻ ചിത്രം മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ആൻഡ് ഫോർ ഗോഡ്സ് സേക്ക്, ഗോഡ്സ് സേക്ക് എന്നാൽ ദൈവത്തെ ഓർത്ത് എന്നുള്ള അർത്ഥമാണ്. നെവർ മേക്ക് ദിസ് പുവർ മാൻ കുക്ക് ഈ അശക്തനായ വ്യക്തിയെ ഒരിക്കലും പാചകക്കാരനാക്കരുത്. പുവർ എന്നതിന് ഇവിടെ അർത്ഥം അശക്തനായ, അതായത് പാചകം ചെയ്യാൻ കഴിവില്ലാത്ത എന്നുള്ള അർത്ഥത്തിൽ. ലെറ്റ് ഹിം സ്റ്റിക്ക് ടു ഹിസ് ട്രേഡ്, ട്രേഡ് എന്നതിന് ഇവിടെ അർത്ഥം തൊഴിൽ എന്നുള്ള അർത്ഥം. ലെറ്റ് ഹിം സ്റ്റിക്ക് അദ്ദേഹത്തെ ചേർന്ന് നിൽക്കാൻ അനുവദിക്കൂ, ടു ഹിസ് ട്രേഡ് അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ അദ്ദേഹത്തെ ചേർന്ന് നിൽക്കാൻ അനുവദിക്കൂ. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യാൻ വിടൂ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ലാഫിംഗ് ദ കിങ് റിട്ടേൺഡ് ടു ദ പാലസ്. ലാഫിംഗ് ചിരിച്ചുകൊണ്ട്, ദ കിങ് റിട്ടേൺഡ് രാജാവ് തിരിച്ചുപോയി, ടു ദ പാലസ് രാജകൊട്ടാരത്തിലേക്ക്. ആൻഡ് ദ കോർട്ടിയേഴ്സ് ഫോളോഡ് ആഫ്റ്റർ താങ്കിങ് ദ മിനിസ്റ്റർ. ആൻഡ് ദ കോർട്ടിയേഴ്സ്, കോർട്ടിയർ എന്നാൽ രാജസേവകൻ എന്നുള്ള അർത്ഥമാണ്. ദ കോർട്ടിയേഴ്സ് രാജസേവകന്മാർ, ഫോളോഡ് പിന്തുടർന്നു, ആഫ്റ്റർ താങ്കിങ് ദ മിനിസ്റ്റർ മന്ത്രിയോട് നന്ദി പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ പിന്തുടർന്നു. ഹു ഹാഡ് ബിക്കം അദ്ദേഹം ആയിത്തീർന്നു, ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഐസ് ഓഫ് ദ കിങ് രാജാവിൻ്റെ കണ്ണിൽ എല്ലാവരെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മന്ത്രി മാറി. ദ വൈസ് മിനിസ്റ്റർ ഓൾവേസ് റിമെയിൻഡ് എ ഫേവററ്റ് ഓഫ് ദ കിങ് ബുദ്ധിമാനായ മന്ത്രി എപ്പോഴും രാജാവിൻ്റെ പ്രീതിപാത്രമായി നിലകൊണ്ടു. റിമെയിൻ എന്നാൽ നിലകൊള്ളുക, ഓൾവേസ് എന്നാൽ എപ്പോഴും.